ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ എന്താണെന്നല്ലേ, കക്ക ഇറച്ചി ഫ്രൈ ആണ് കേട്ടോ. കക്ക ഇറച്ചി നല്ല അടിപൊളിയായിട്ട് ഈ രീതിയിലൊന്ന് കക്ക ഇറച്ചി ഫ്രൈ ചെയ്താലുണ്ടല്ലോ ബീഫ് ഫ്രൈ മാറി നിൽക്കും, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ കക്ക ഇറച്ചി ചിലർക്കൊന്നും കക്ക ഇറച്ചി അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രോട്ടീൻസ് ഉള്ളൊരു ഫുഡാണ് കേട്ടോ ഈ കക്ക ഇറച്ചി. കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളിത് നല്ല രീതിയിൽ വേവിച്ച് വെച്ച് കൊടുത്തു അതുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾ തുടങ്ങി പ്രായമായവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. അതുപോലെ തന്നെ ഈ പ്രമേഹ രോഗികളൊക്കെ ഉണ്ടല്ലോ, ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ആണെങ്കിലും ധൈര്യമായിട്ട് ഈ കക്ക ഇറച്ചി വേവിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പക്ഷേ വീഡിയോയിൽ കാണിക്കുന്നത് ഫ്രൈ ആണ് കേട്ടോ. കക്ക ഇറച്ചി ഫ്രൈ ആണ്. എങ്ങനെയാണ് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്ക ഇറച്ചി ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കക്ക നല്ലോണം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ലോണം വെള്ളത്തിലിട്ട് കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു വീർത്തിരിക്കുന്ന ഭാഗത്തുനിന്ന് ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അഴുക്കങ്ങ് പോയി കിട്ടും കേട്ടോ. മിക്കവരും ചില വീഡിയോസിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത് കളയണ്ട അങ്ങനെ. പക്ഷേ ഒരിക്കലും അത് വെച്ചിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും കക്കയുടെ ആ ഒരു ഉള്ളിലത്തെ അഴുക്കങ്ങ് ക്ലീൻ ചെയ്യണം കേട്ടോ. ചെറിയ കക്കയാണെങ്കിൽ, തീരെ കക്കയാണെങ്കിൽ നമുക്ക് നല്ലോണം തിരുമ്മി കഴുകി എടുത്തു കഴിഞ്ഞാൽ അത് തിരുമുമ്പോൾ തന്നെ ആ ഒരു അഴുക്കങ്ങ് പോകും കേട്ടോ. അപ്പോൾ വലിയ കക്ക ആയതുകൊണ്ടിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഓരോന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അതൊന്ന് സ്പീഡിൽ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇതില്ലാണ്ട് തന്നെ ക്ലീൻ ചെയ്ത് മാറ്റാൻ പറ്റും കേട്ടോ. അങ്ങനെ എപ്പോഴും കക്ക ഇങ്ങനെ ക്ലീൻ ചെയ്ത് മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ എന്താ വെള്ളം എല്ലാം കളഞ്ഞ് അത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി, കൊച്ചുള്ളി ഉണ്ട്, അതും പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളകൊക്കെ നല്ലോണം മിക്സിയിട്ടല്ല കല്ലായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഈ കക്കയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, പിന്നെ അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഫ്രൈ ചെയ്യാനായിട്ട് ഇത് എല്ലാ കുരുമുളക്, ഇത് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക, കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അതൊരു 10-15 മിനിറ്റോളം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൽ കുറച്ച് കടുകിട്ട് നല്ലപോലെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. വേറെ ഒന്നും നമുക്കിതിൽ ചേർക്കാനില്ല, എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കൂട്ടി വെച്ചിരിക്കുന്ന ആ മിക്സ് അതും കൂടി അതിലോട്ട് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ കക്ക ഇറച്ചിയുടെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മിക്സിങ്ങിലാണ് ബാക്കിയെല്ലാം ഇരിക്കുന്നത്. കാര്യം ഇത് നമ്മൾ വേറെ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചിട്ടൊന്നും വേവിച്ചിട്ടില്ല. കക്ക ഓൾറെഡി വെന്തിട്ടാണ് നമുക്ക് തരുന്നത് തന്നെ. പിന്നെ നമ്മൾ ഇപ്പോൾ ഇത് വേറെ വെള്ളം ഒഴിച്ച് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ആവശ്യമുള്ള ആ ഒരു വേവൊക്കെ എടുക്കുന്നത്. ഇതിപ്പോൾ അടിയിലൊരു പിടിക്കുന്നത് പോലെ കണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് വിട്ട് വരും കേട്ടോ. നമ്മുടെ ചട്ടിയിൽ നിന്ന് ആ ഒരു അടിയിൽ പിടിച്ച പോലെ ഇരിക്കുന്നതെല്ലാം വിട്ട് എണ്ണ നല്ല തെളിഞ്ഞ് നല്ല ക്ലീനായിട്ട് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു പാകം. കണ്ടോ, ഇതൊക്കെ നല്ല പോലെ. ഇനിയിപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ച് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. കണ്ടോ, നല്ല മണവും നല്ല ടേസ്റ്റും, ആ കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ബീഫ് ഫ്രൈ പുറകെ പോകും ശരിക്കും ഈ ഒരു കക്ക ഫ്രൈ ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.